മധ്യപൂർവേഷ്യയിലെ യുദ്ധം ഒഴിവാക്കാൻ UAE ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്തു എന്നൊരു വാർത്ത വരുന്നുണ്ട്. നയതന്ത്ര ഇടപെടലുകൾ വഴി സംഘർഷം അവസാനിപ്പിക്കണമെന്ന UAEയുടെ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം എത്രനാൾ ആക്രമണം നടന്നാലും പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിവുണ്ടെന്ന് UAE ഇന്ന് വ്യക്തമാക്കി. മിസൈലുകളും ഡ്രോണുകളും ചെറുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും അവയുടെ അവശിഷ്ടങ്ങളും പ്രതിരോധ മന്ത്രാലയം പ്രദർശിപ്പിച്ചു. ദുബായിൽ നിന്ന് മുഹമ്മദ് റഖീസ് വീണ്ടും ചേരുന്നു. വിവരങ്ങൾ റഖീസ്. SKN ഇന്ന് ഈ യുദ്ധം ആരംഭിച്ച് അല്ലെങ്കിൽ ഇറാന്റെ ആക്രമണം UAEയിലേക്ക് ആരംഭിച്ച് 4-ാം ദിവസമാണ് UAEയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാവുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത്. അതിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രാലയങ്ങളെയൊക്കെയും പ്രതിനിധീകരിക്കുന്ന മന്ത്രിമാരും അംഗങ്ങളും സൈന്യത്തിന്റെ പ്രതിനിധീകരിക്കുന്ന ആളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെയും ആവർത്തിച്ച് ഒന്നാമതായി പറയുന്നത് രാജ്യം സുരക്ഷിതമായ നിലയിലാണ്, ഏത് തരത്തിലുള്ള ആക്രമണത്തെയും തടയാൻ തയ്യാറാണ്, എത്ര നാൾ ആക്രമണം നീണ്ടു നിന്നാലും അതിനെ തടയാനുള്ള സർവ്വ സന്നാഹങ്ങളും UAE ഒരുക്കിയിട്ടുണ്ട്. അത് ഒരു തരത്തിൽ മാത്രമല്ല, വ്യോമാതിർത്തി മുഴുവൻ ചുറ്റിത്തിരിഞ്ഞ് ഏത് സ്ഥലത്തെയും സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് നടത്താൻ കഴിയുന്ന രീതിയിൽ വെൽ എക്വിപ്ഡ് ആണ് UAE എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുന്നു. അതിനപ്പുറത്തേക്ക് കടത്തി UAEയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അത് ചർച്ചകളിലൂടെ നയതന്ത്ര ബന്ധങ്ങളിലൂടെ ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് കാര്യങ്ങൾ വിശദീകരിച്ച് അവിടെ ഒരു സംയമനം പാലിച്ച് ഇരു രാജ്യങ്ങളും ഒത്തുചേർന്ന് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണം, യുദ്ധം അവസാനിപ്പിക്കണം എന്ന രീതിയിലേക്ക് UAE അവരുടെ നയം വ്യക്തമാക്കുകയാണ്. അതിന് UAE മുൻപും എല്ലാ തരത്തിലുള്ള പങ്കാളിത്തവും വഹിച്ചിട്ടുണ്ട്. ഇനിയും അത്തരത്തിൽ തന്നെ ആണ് UAEയുടെ അഭിപ്രായം. ആ അഭിപ്രായത്തെ മാനിക്കാതെ, ആ നിലപാട് കാണാതെയാണ് ഇറാൻ UAEയെ അറ്റാക്ക് ചെയ്തത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അതിനെ ചെറുത്തു നിൽക്കും. ആ ചെറുത്തു നിൽക്കും എന്നുള്ള വാക്കിൽ അത് വളരെ പ്രധാനമാണ്. കാരണം ഏതെങ്കിലും നിലയ്ക്ക് ആക്രമിക്കുമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സഖ്യത്തിന് പരസ്യമായി പിന്തുണ കൊടുക്കുന്നുവെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാതിരിക്കാൻ ചെറുത്തു നിൽക്കും എന്ന് കൃത്യമായി UAE പറഞ്ഞു വെക്കുകയാണ്. അതിനപ്പുറത്തേക്ക് കുറെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അത് ഭക്ഷ്യമേഖലയിലാണ്. ഭക്ഷ്യമേഖലയിൽ യാതൊരു തരത്തിലുമുള്ള പ്രശ്നമില്ല. അത്യാവശ്യത്തിനനുസരിച്ചുള്ള ഭക്ഷണ സാധനങ്ങൾ 6 മാസത്തേക്കുള്ള സാധനങ്ങളുണ്ട്. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി ഏത് പ്രോഡക്റ്റും എത്തിക്കാനുള്ള ഒരു കഴുത്ത് UAEക്കുണ്ട്. ഒപ്പം തന്നെ സാമ്പത്തിക മേഖല ഭദ്രമായി തന്നെ പോകുന്നുണ്ട്. ഇതിലും വലിയ തിരിച്ചടികൾ അതിജീവിച്ചതാണ്. അങ്ങനെ ഓരോ മേഖലയും, ടൂറിസം മേഖലയായിക്കോട്ടെ, എല്ലാ മേഖലകളെയും പ്രതിനിധീകരിച്ച് എത്തുകയും മന്ത്രിമാർ ഒപ്പം തന്നെ അംഗങ്ങൾ എത്തുകയും അത് വിശദീകരിക്കുകയും ചെയ്തു. എന്തായാലും ഒരു വളരെ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.